വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഫ്രീഡ മെക്ഫാഡന്റെ 6 ത്രില്ലറുകളെയാണ്. ഇപ്പോൾ വളരെ പ്രശസ്തമായിട്ട് നിൽക്കുന്ന ഒരു ബെസ്റ്റ് സെല്ലർ കാറ്റഗറിയിലൊക്കെ ത്രില്ലർ നോവലുകളുടെ കാറ്റഗറിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഫ്രീഡ മെക്ഫാഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരിക്കാണ്. അവരൊരു ഡോക്ടറാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ബേസ്, അതായത് മെഡിക്കോ റൈറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു റൈറ്ററാണ് ഫ്രീഡ മെക്ഫാഡൻ. അപ്പോൾ അവർ ഒരുപാട് പുസ്തകങ്ങൾ അവരുടെ വളരെ ഹിറ്റായിട്ടുള്ള പുസ്തകങ്ങളാണ്. അതിനകത്ത് അവരുടെ എഴുത്ത് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അവരുടെ എഴുത്ത് രീതി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലാംഗ്വേജിലുള്ള എഴുത്ത് രീതിയാണ്. ഭയങ്കരമായ അക്ഷരജാലങ്ങളോ ഭയങ്കരമായ വാക്ചാതുര്യങ്ങളോ ഒന്നും അവരുടെ നോവലിൽ ഉണ്ടാവാറ്. ഇവരുടെ എഴുത്ത് ഒരുവിധം എല്ലാ നോവലും ഏകദേശം ഒരേ സ്ട്രക്ചർ തന്നെയാണ്. അതായത് ഒരു 60 ചാപ്റ്റർ ഉണ്ട് എന്ന് വെച്ചാൽ 60 ചാപ്റ്ററിൽ ഇങ്ങനെ നോർമലായിട്ട് കഥ പോയി വന്ന് ഇടയ്ക്ക് നമുക്കൊരു ചെറിയ ഒരു ക്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നു ഒരു 35-40 ചാപ്റ്റർ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടൊരു ത്രില്ലിങ് എക്സ്പീരിയൻസോട് കൂടിയിട്ട് നമുക്ക് ഈ കഥയുടെ ടേണിംഗ് പോയിന്റ് ഒക്കെ ഏകദേശം ഒരു 40 എന്നുള്ളതിലോട്ടാണ് നമുക്കതിൻ്റെ അതിൻ്റെ ക്ലൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബിൽഡ് ചെയ്ത് പിന്നെ പെട്ടെന്നനെയാണ് ഒരു 60ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴത്തേക്കും പെട്ടെന്നനെ കഥ പോകുന്ന പോലെ ഒരു ഫാസ്റ്റ് ബേസ് ആയിട്ട് കഥ പോകുന്ന പോലെയാണ് ഇവരുടെ എഴുത്ത് രീതിയെല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള നോവൽസാണ് ഇവരുടെ എല്ലാ നോവൽസും. ഞാൻ കിൻഡിൽ റീഡിംഗ് ഉണ്ട്, ലൈബ്രറിയിൽ കിട്ടിയത് അത് വായിച്ചിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഒരെണ്ണമായിട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു 6 എണ്ണമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ വായിച്ച ഒരു 6 എണ്ണം ഇനിയും വായിക്കാനായിട്ട് ലൈബ്രറിയിൽ ബുക്കുകളുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓരോന്നിൻ്റെയും ഒരു ചെറിയ ഒരു പ്ലോട്ട് പറഞ്ഞിട്ട് ബാക്കി ഞാനൊന്നും സ്പോയിലർ ആക്കുന്നില്ല. നിങ്ങളിത് വായിക്കാത്തവരുണ്ടെങ്കിൽ ഞാനൊന്നും സ്പോയിലർ ആക്കുന്നില്ല. ഞാനൊരു ചെറിയൊരു പ്ലോട്ട് പറഞ്ഞിട്ട് ഞാൻ 6 എണ്ണത്തിൻ്റെ കഥ പറയുകയാണ്. ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ദ ഹൗസ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ. അതാണ് ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുള്ള ഒരു നോവൽ. അപ്പോൾ ഇതിനകത്ത് ഒരു മിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾക്കൊരു ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവൾക്ക് വേറെ ജോബൊന്നും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്ക് നിന ആൻഡ് ആൻഡ്രൂ എന്ന് പറഞ്ഞ അവരുടെ ഹൗസ് മെയ്ഡായിട്ട് ജോലി കിട്ടുന്നത്. അവൾക്ക് ഒരു മകളുണ്ട്, സെസേലിയ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവളവിടെ ജോലിയായിട്ട് നിൽക്കുമ്പോൾ ഈ മില്ലിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നിന എന്ന് പറഞ്ഞ ഭാര്യയ്ക്ക് ഒരിത്തിരി ക്രേസിനെസ് ഉണ്ടോ എന്നുള്ളത് നിനയ്ക്കൊരു സംശയമാവുകയും ചെയ്യുക എന്നാണ്. അന്ന് ആൻഡ്രൂ ഭയങ്കര സാന്ത്വനിപ്പിക്കുകയും നിനേനെ ഭയങ്കര സ്നേഹിച്ച് അടക്കി കൊണ്ടുപോകുന്ന ഒരു നല്ല ഭർത്താവായിട്ടാണ് ഇവൾക്ക് തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യുകയും നിന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളായിട്ടാണ് ആൻഡ്രൂനെ. ഇത് മില്ലിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് മില്ലി പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയും ഈ മില്ലിയോട് വളരെയധികം അടുക്കുന്നില്ല. അപ്പോൾ ഈ മില്ലിക്ക് കിടക്കാനായിട്ട് ഇവർ കൊടുത്ത റൂം പുറത്തുനിന്ന് മാത്രമേ പൂട്ടാൻ പറ്റൂ, അകത്തുനിന്ന് പൂട്ടാൻ പറ്റില്ല. അതൊക്കെ ഇവൾക്ക് ആദ്യം ഒരു സംശയം ഉണ്ടാവും. പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ടുള്ള ജീവിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് നിന എന്ന് പറഞ്ഞ ഒരു വഴക്കൊക്കെ ഉണ്ടായി. നിനേനെ ആൻഡ്രൂ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അങ്ങനെ ആൻഡ്രൂവും മില്ലിയും, അതായത് ഹൗസ് മെയ്ഡും തമ്മിലൊരു രഹസ്യബന്ധം ഒക്കെ ഉണ്ടാവുകയാണ്. ഒരു ദിവസം മില്ലി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മില്ലിയുടെ ഡോറ് പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. മില്ലിക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് അവിടുന്ന് ട്വിസ്റ്റുകൾ വരുന്നത്. പിന്നീടാണ് ഇതിൻ്റെ യഥാർത്ഥ കഥ, ഇതിൻ്റെ പിന്നമ്പറ രഹസ്യങ്ങളും കഥകളൊക്കെ ആയിട്ട് വരുന്നത്. ശരിക്കും ആരൊക്കെയാണെന്നും ഏതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ തൊട്ടാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു അടിപൊളി നോവലാണ് ഹൗസ് മെയ്ഡ്. നമ്മൾ ഒരിക്കലും നമുക്ക് ഈ ഫ്രീഡ മെക്ഫാഡന്റെ പുസ്തകത്തിൽ ഇവരുടെ പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ആ ഒരു ടേണിംഗ് പോയിന്റ് നമ്മളത് വായിക്കുമ്പോൾ ഇതായിരുന്നു, നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള ഒരു പോയിന്റ് ഇവരുടെ പുസ്തകത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്നോട്ടാണ് ദ ഹൗസ് മെയ്ഡിൻ്റെ കഥയുടെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുന്നത്. അടുത്ത പുസ്തകം നെവർ ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. അതാണ് ഇപ്പോൾ ഇതുവരെ ഈ 6 എണ്ണം വായിച്ചതിൽ എനിക്ക് ഇപ്പോൾ നമ്മളൊരു റേറ്റ് ചെയ്യുകയാണെങ്കിൽ നെവർ ലൈ എന്ന് പറഞ്ഞ പുസ്തകം എനിക്ക് ഈ 6 എണ്ണത്തിലെ ഏറ്റവും ഇഷ്ടമായ ഒരു പുസ്തകമാണ് നെവർ ലൈ. ട്രിസിയ ആൻഡ് ഈതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ അവരൊരു സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ള ധാരണയിൽ അവരൊരു ഇത്തിരി റിമോട്ടായിട്ടുള്ള കുട്ടികളൊക്കെ വളരാൻ പറ്റിയൊരു എന്താ പറയുക, ഒരു ഗ്രാമം പോലെ, അധികം ടൗണും കാര്യങ്ങളൊന്നും അല്ലാതെ നല്ല ശാന്തമായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ഇവർ പോവുകയാണ്. പക്ഷേ ഇവരവിടെ ചെല്ലുമ്പോൾ ഒരു സ്റ്റോം പോലെ ഇതാവുകയും റിയൽ എസ്റ്റേറ്റ് ഏജന്റ് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിഷ അവിടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിട്ടുള്ള ആളുമായിട്ട് അവളാണ് സംസാരിക്കുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇവരുടെ കാറ് മഞ്ഞിൽ മൂടുകയും ഇവർക്ക് തിരിച്ചു പോവാതെയൊക്കെ ആവും. അങ്ങനെ ഇവർ ആ വീടിൻ്റെ ഉള്ളിൽ കയറി പറ്റുമ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം
ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കും ഇന്ന് രാത്രി ഇവിടെ കിടന്നിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല, അപ്പോൾ ഇവിടെ നമുക്ക് ആ ബെഡ്റൂം, ഈ ആൾക്കാരുടെ ബെഡ്റൂമിൽ താമസിച്ചിട്ട് നാളെ സ്നോ ഒക്കെ ഇതാവുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ റോഡൊക്കെ സ്നോ ഒക്കെ മാറ്റിയിട്ട് പോവാം എന്നുള്ള ധാരണയിൽ രണ്ടുപേര് നിൽക്കുക, അതിൻ്റെ ഉള്ളിൽ കഴിയാൻ തീരുമാനിക്കുകയാണ്. ആ വീട് എഡ്രിയൻ ഹെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോ തെറാപ്പിസ്റ്റിൻ്റെ വീടാണ്. അവരൊരു അനാറ്റമി ഓഫ് ഫിയർ എന്ന് പറഞ്ഞൊരു ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ഒരു പുസ്തകമൊക്കെ ഇതാക്കി. അവർ ആ വീട്ടിൽ തന്നെ മീൻസ് ക്ലിനിക്കൊക്കെ നടത്തിയിരുന്നു, ഹോസ്പിറ്റലിലും പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ വീട്ടിലും അവർ കൺസൾട്ടിങ് എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ വീടാണ്. പക്ഷേ ആ എഡ്രിയൻ ഹെയിലിൻ്റെ ഒരു ദുരൂഹമായിട്ടുള്ള എൻഡിങ് ആണ്. അവരെന്നെ കാണാതാവുകയാണ് ചെയ്തത്. എന്നിട്ട് അന്വേഷണം വന്നപ്പോൾ അവരുടെ കാമുകനെയാണ് പോലീസ് സംശയിക്കുന്നത്. പക്ഷെ കാമുകനെ അവർക്ക് അറസ്റ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. കാമുകനെയും പിന്നീട് കാണാണ്ടാവുകയൊക്കെയാണ് ചെയ്തത്. അങ്ങനെ ഇവർ അതിനകത്ത് നോക്കുമ്പോൾ ഈ എഡ്രിയൻ ഹെയിലിൻ്റെ പുസ്തകങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് അതൊരിത്തിരി എന്താണ് ഒരു ദുരൂഹതയൊക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഈ സൈക്കോതെറാപ്പി ആയിട്ട് ആൾക്കാരുടെ ശബ്ദങ്ങൾ ഈ കാസറ്റുകളാക്കിയിട്ട് എഡ്രിയൻ ഹെയിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ട് അങ്ങനെ ഈ ട്രിഷ കുറേ ഈ കാസറ്റ്സും കേൾക്കാനൊക്കെ ശ്രമിക്കുകയാണ് പിറ്റത്തെ ദിവസവും ഒക്കെ. അപ്പോൾ ഈ അതിൽ ട്രിഷയ്ക്ക് കുറേയൊക്കെ എന്താണ് കുറേ ദുരൂഹമായിട്ട് തോന്നുമെങ്കിലും അധികം ഡ്രസ്സൊന്നും ഇല്ലാതെ വന്നത് കാരണം എഡ്രിയൻ ഹെയിലിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ ആ റൂമിലും ഒക്കെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ ഈതൻ്റേതായ വർക്കുകളൊക്കെ ചെയ്യുകയാണ്. ട്രിഷ ഇതിനകത്ത് ഈ കാസറ്റ് കേൾക്കുകയും ചെയ്യണം. അങ്ങനെ പിറ്റേ ദിവസം ഇവർ ഡ്രോയിങ് റൂമിൻ്റെ അടിയിൽ ഒരു ഡെഡ് ബോഡി കണ്ടെത്തുന്നതാണ് കഥയുടെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. പിന്നീടാണ് ഇതിൻ്റെ ശരിക്കുമുള്ള കഥ വരുന്നത്, ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അത് ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. നമ്മൾക്ക് അടുത്ത പുസ്തകം ദ ഇൻമേറ്റ് എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇതിനകത്ത് ബ്രൂക്ക് എന്ന് പറഞ്ഞതാണ് കഥാനായിക. ഇതിൽ ബ്രൂക്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എല്ലാ കഥയും വരുന്നത്. ബ്രൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഴ്സ് പ്രാക്ടീഷണറാണ്. അപ്പോൾ അവൾ എന്താണ് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം അവളുടെ സ്വന്തം നാട്ടിലേക്ക്, അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവൾക്ക് അവിടെ ഒരു ഈ ജയിലിലുള്ള ആളുകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോലിയാണ് ഇവൾക്ക് കിട്ടിയത്. അങ്ങനെ ഇവൾ അവിടെ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവൾ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നത്, പഴയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ അച്ഛനും അമ്മയും എതിർത്തിട്ടും ഇവൾ ഷെയ്ൻ എന്ന് പറഞ്ഞ ഒരു പയ്യനായ സാധാരണക്കാരനായിട്ടുള്ള ഒരു പയ്യനാണ്. ഇവരിത്തിരി ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ്. ഷെയ്ൻ ഭയങ്കര ബ്രോക്കായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഷെയ്നുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വേണ്ട എന്ന് വീട്ടുകാർ പറഞ്ഞിട്ടും ഇവിടെ അയാളോട് അടുക്കുകയാണ്. അങ്ങനെ ഒരു രാത്രി ബ്രാൻഡൻ, ചെൽസി, പിന്നെ ഷെയ്ൻ, ഈ ബ്രൂക്ക്, ഇവരെല്ലാവരും കൂടി, അതായത് ബ്രാൻഡനും ചെൽസിയും ലവേഴ്സാണ്, അതുപോലെ ഷെയ്നും ബ്രൂക്കും ലവേഴ്സാണ്. അപ്പോൾ ഇത് ടിം റീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഏറ്റവും ബെസ്റ്റ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ പറയും, നീ ആ ഷെയ്ൻ്റെ കൂടെ പോകേണ്ട, അമ്മയ്ക്ക് അപ്പനും ഇഷ്ടമല്ലല്ലോ എന്ന് പറയുമ്പോൾ, എന്നാൽ നീയും കൂടി വായോ എന്ന് പറഞ്ഞിട്ട് ടിമ്മും കൂടിയിട്ടാണ് ഇവർ ഈ ഷെയ്നിൻ്റെ വീട്ടിൽ ഇവർ ഒരു സ്ലീപ്പ് ഓവറിന് പോകുന്നത്. ആ സ്ലീപ്പ് ഓവറിന് പോകുന്ന രാത്രിയിൽ ബ്രാൻഡനും ചെൽസിയും ഒക്കെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതിൽ ബ്രൂക്ക് കറണ്ട് പോവുകയും അങ്ങനെ മഴയും അങ്ങനത്തെ ഒരു വൃത്തികെട്ട രാത്രിയാണത്. അപ്പോൾ അതിനകത്ത് ആരോ തലയ്ക്കടിക്കുകയും അവളുടെ കഴുത്തിൽ കൊങ്ങയ്ക്ക് പിടിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ബ്രൂക്കിന് ഓർമ്മ. അത് ആരാണെന്നുള്ളത് അവൾക്ക് ഓർമ്മയില്ല. പക്ഷെ ഇവിടെ പോലീസിൽ മൊഴി കൊടുക്കുന്നത് അത് ഷെയ്നാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഷെയ്നാണ് ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ ആ ഷെയ്ൻ ജയിലിൽ കിടക്കുന്ന ആ ജയിലിൽ തന്നെയാണ് ഇവള് പോകുന്നത്. അങ്ങനെ ഷെയ്ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഷെയ്ൻ പറയുന്നുണ്ട് ടിമ്മിനെ വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പക്ഷേ ഇവിടെ ടിമ്മുമായിട്ട് പഴയ പോലെ ചൈൽഡ്ഹുഡ് വലുതായല്ലോ, ഇവർ ചെറുപ്പം തൊട്ടേതായെങ്കിലും ഇവർ ടിമ്മുമായിട്ട് അടുക്കുകയും അങ്ങനെ ഇവർ തമ്മിൽ ഒരു ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ദിവസം ടിമ്മിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ മുമ്പ് ഡേറ്റ് ചെയ്തിരുന്ന ഒരു പെങ്കൊച്ചിൻ്റെ ശരീരം ടിമ്മിൻ്റെ ബേസ്മെൻ്റായിട്ട് അവർക്ക് വൈനൊക്കെ വെക്കുന്ന സ്ഥലത്ത് കാണുന്നത്. അതിന് ഇവിടെ ടിമ്മിനെ സംശയിക്കുകയാണ്. പണ്ട് ഷെയ്നിനെ പറ്റി പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടിമ്മിനെ സംശയിക്കുകയും അങ്ങനെ ഷെയ്നെ ഇവിടെ മൊഴി കൊടുത്ത് തിരിച്ച് പുറത്തിറക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി ബാക്ക് സ്റ്റോറീസ് വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ കഥ വരുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ ദ ഇൻമേറ്റ് എന്ന് പറഞ്ഞ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതെനിക്ക് അങ്ങനെ അങ്ങോട്ട് വലിയ താല്പര്യമായില്ല. കാരണം ഈ ബ്രൂക്ക് എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ഒരു എല്ലാവരെയും വിശ്വസിക്കുകയും ഒരു എന്താ പറയുക, ആൾക്കാരെ മനസ്സിലാക്കാത്ത പോലത്തേക്ക് ഒരു ക്യാരക്ടർ. പക്ഷേ എനിക്ക് ഇതിനകത്തെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നല്ല ഒരു ബിൽഡപ്പായിട്ട് എനിക്ക് തോന്നിയില്ല ദ ഇൻമേറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ. അടുത്ത പുസ്തകം ദ ടീച്ചർ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവും നെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ സ്കൂളിൽ ടീച്ചർമാരാണ്. അപ്പോൾ അവിടെ ആഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് അവളുടെ ഫാദറുമായിട്ട് വലിയ നല്ല റിലേഷനൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ആർദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഷ്
പഠിത്തത്തിൽ പിന്നാക്കം നിൽക്കുമ്പോൾ സഹായിക്കുകയും അങ്ങനെ ഇവള് ആ ആർദറിന്റെ വീടിന്റെ ചുറ്റുപറ്റത്തൊക്കെ ആയിട്ട് ഇവളെ കണ്ടു എന്ന് പറഞ്ഞ് ഒരു ന്യൂസൊക്കെ വന്നപ്പോൾ ആർദറും ഇവളും തമ്മിലുള്ള ഒരു റിലേഷനാണ്. ആർദർ ഇത്തിരി ഓൾഡ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ആർദറും ഇതായിട്ട് അങ്ങനെ കുട്ടീനെ ശിക്ഷിക്കാതെ ആർദറിനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഈ ആർദർ എന്നുള്ള ആളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ നെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാഷ് ഈ ഇവളെ കൂടെ ഇവളെ ആശ്വസിപ്പിക്കുകയും അങ്ങനെ അവർ തമ്മിൽ റിലേഷനൊക്കെ ആവുന്നു. അങ്ങനെ ഈ ആഡിയും നെയ്റ്റും കിസ് ചെയ്യുന്നത് ഈവ് കാണുന്നു, ഭാര്യ കാണുന്നു. അപ്പോൾ ഈ ഈവ് കാണുന്നത് ഈവ് പറയുന്നുണ്ട്, നീ ഇനി ഒരിക്കലും സ്കൂൾ കുട്ടികളെ ഹൈസ്കൂൾ ഗ്രേഡ് വരെയാണ് നീ പഠിപ്പിക്കേണ്ട, നീ കോളേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബിലേക്ക് നീ പോവുക, നീ ഇവിടുന്ന് റിസൈൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഈ തെളിവുകളൊക്കെ ഞാൻ പോലീസിനോടും സ്കൂൾ മാനേജ്മെൻറ്റിനോട് പറയുമെന്ന് പറയും. അങ്ങനെ നെയ്റ്റ് ആകെ വിൽക്കുകയും കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ അവൾ ആഡിയോട് പറയുമ്പോൾ ആഡി ഈവിനെ സമാശ്വസിപ്പിക്കാനായിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടി ആഡി ഈവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഈവ് ദേഷ്യപ്പെടുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ ദേഷ്യത്തിൽ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് ഈവിൻ്റെ തലയിലടിച്ച് ഈവ് നിലത്ത് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ ആഡി വിളിക്കുന്നത് നെയ്റ്റിനെയാണ്. അങ്ങനെ നെയ്റ്റും ആഡിയും കൂടിയിട്ട് ഈവിനെ ഭാര്യനെ ഒരു സ്ഥലത്ത് കുഴിച്ചിടുകയാണ്. പിന്നീടാണ് ഇതിൻ്റെ കഥയുടെ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതും. ഇതിലെനിക്ക് ഇതുവരെ ഇൻമേറ്റിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടമായി. നെവർ ലൈയും ഹൗസ് ബൈഡിൻ്റെ അത്രയൊന്നും നന്നായിട്ടില്ല ടീച്ചർ. പിന്നെ അടുത്ത പുസ്തകം ദ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇതിനകത്ത് സിഡ്നി, ബോണി, ഗ്രച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 കൂട്ടുകാരെ അവരൊരു അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ബോണിയാണ് ഏറ്റവും സുന്ദരിയും കാര്യങ്ങളും. ബോണി ഒരുപാട് ഡേറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. ബോണി ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു പെൺകൊച്ചാണെന്നാണ് ഫ്രീഡ അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് ബോണിയെ ഒരു ഡോക്ടറിനെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ഈ ബോണി സ്നേഹിക്കുന്ന ആളെ ഇവരാരും കണ്ടിട്ടൊന്നുമില്ല, ഈ ബാക്കി കൂട്ടുകാരൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബോണി ഭയങ്കര ക്രൂരമായിട്ടുള്ള രീതിയിൽ ബോണിയുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ വളരെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ വെട്ടിനുറുക്കപ്പെട്ട പോലത്തെയൊക്കെ ഒരു മരണമാണ് ബോണിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുന്നത് ഈ സിഡ്നി എന്ന് പറഞ്ഞ പെങ്കൊച്ചിൻ്റെ പഴയ കാമുകൻ എക്സായിട്ടുള്ള ആളാണ്, ജേക്കാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അങ്ങനെ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഇവർ പറയുകയാണ് ഈ ബോണി പ്രേമിച്ചിരുന്നത് ഒരു ഡോക്ടറിനെയാണ്. ആ ഡോക്ടർ ഈ ബോണിയെ വിളിച്ചിരുന്നത് ഫോൺ നമ്പേഴ്സും ഒക്കെ നോക്കുമ്പോൾ അത് ബേർണർ ഫോൺ, അതായത് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫോണിലാണ് ഇതാക്കുന്നത്. സിഡ്നി ഡേറ്റിങ്ങിന് പോകുമ്പോൾ കെവിൻ എന്ന് പറഞ്ഞ ഒരു പയ്യനായിട്ട് അയാൾ ഭയങ്കര ആദ്യത്തെ ഡേറ്റിൽ ഇതിൽ തന്നെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറുകയും ഇവിടെ ഫിസിക്കലായിട്ട് ഉപദ്രവിക്കാനൊക്കെ നോക്കുമ്പോൾ രക്ഷപ്പെടുത്തുന്ന ടോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ടോമും ഒരു ഡോക്ടർ തന്നെയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഡേറ്റ് ചെയ്യുകയും അങ്ങനെ ടോമിൻ്റെ വീട്ടിൽ ഇവള് സിഡ്നി മീൻസ് അവർ സ്ലീപ്പ് ഓവറിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു ദിവസം ഇരിക്കുന്ന സമയത്തും വേറെ ഒരു ഫോണിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഇവള് നോക്കുമ്പോൾ 2 ഫോണുണ്ട്, അതിലൊന്ന് ബേർണർ ഫോൺ തന്നെയാണ്. അപ്പോൾ ഇവള് വിചാരിക്കുകയാണ് ബോണിയുടെ കൊലപാതകി ഇയാൾ തന്നെയായിരിക്കുമോ എന്നുള്ളത് ഒരു സംശയമാണ്. അങ്ങനെ ഇവള് തെളിവുകൾ ശേഖരിച്ചിട്ട് ജേക്ക് എന്ന് പറഞ്ഞ എക്സ് കാമുകന് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ സിഡ്നിയുടെ ഫ്ലാറ്റിൽ വന്നിരിക്കുന്നത് ടോം തന്നെയാണ് എന്നുള്ള ഒരു കഥ പോലീസിനും ഇവർക്ക് മനസ്സിലാവുകയാണ്. അവിടെ തൊട്ട് ഇനി ഞാൻ കഥ പറയുന്നില്ല. ഇനിയാണ് ഇതിൻ്റെ ബാക്ക് ഒരു സ്റ്റോറി വരുന്നത്. ഇതിനകത്ത് ടോമിൻ്റെ ചൈൽഡ്ഹുഡും പറയുന്നുണ്ട്. ടോമും ഡെയ്സിയും ഒക്കെ ആയിട്ട് സ്ലഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമൊക്കെ ആയിട്ട് ചെറുപ്പകാലവും പറയുന്നുണ്ട്. അതും ഇതും കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്ത് ഈ ശരിക്കും ആരാണ് കില്ലർ എന്ന് പറഞ്ഞറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിയായിരുന്നു. ഞാൻ അങ്ങനെ ആ ആളെന്നെ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ദ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ. അടുത്ത നോവൽ ദ പെർഫെക്റ്റ് സൺ എന്നുള്ളതാണ്. ഇതിനകത്ത് ജെയ്സൺ എറീക്ക എന്ന് പറഞ്ഞ് ഭാര്യയ്ക്കും ഭർത്താവും. ജെയ്സൺ ഒരു ടെക് ജീനിയസ് ആണ്. അയാൾ കുറേ കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഓരോ ആപ്പും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അയാൾ കുറേ കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എറീക്ക ഒരു ജേർണലിസ്റ്റാണ്, ഫ്രീലാൻസിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ 2 മക്കളാണ്, ലിയാം ആൻഡ് ഹന്ന എന്ന് പറഞ്ഞിട്ട് 2 മക്കളാണ്. ലിയാം ഒരു 16 വയസ്സാണ്. പക്ഷേ ഇതിനകത്ത് തുടക്കം തൊട്ട് തന്നെ പറയുന്നത് ലിയാം ഒരു സോഷ്യോപാത്ത് ആണ് എന്നുള്ളത് ചെറുപ്പത്തിലെ പറയുന്നുണ്ട്. അതായത് ലിയാം ചെറുപ്പത്തിലെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കൂടെയുള്ള ഒരു പെങ്കൊച്ചിനെ ജാനിറ്റർ, അതായത് ഈ സ്കൂൾ ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരുടെ അങ്ങനെ ചെയ്യുന്ന ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ് ജാനിറ്റേഴ്സ്. അപ്പോൾ ആ ജാനിറ്റേഴ്സിൻ്റെ റൂമിലിട്ട് പൂട്ടിയിട്ടിട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇവൻ പറയുന്ന കാര്യങ്ങൾ, ഇവന് ഇത്തിരി കൊലപാതക വാസനയും മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ലിയാമിനുണ്ട്. അങ്ങനെ ഇവിടെ സൈക്കോതെറാപ്പിയൊക്കെ കൊടുത്ത്
കൊടുക്കുന്ന ഡോക്ടേഴ്സ് പറയും ഇത് ജനറ്റിക്കലാവാം, അല്ലാതെ വേറെ കാരണങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഓരോ പ്രാവശ്യവും ഈ പെൺകുട്ടികളുമായിട്ട് ലിയാം അടുക്കുന്നതിനെ എറീക്ക എന്ന അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പറയുന്നത്, ഹന്ന എന്ന് പറഞ്ഞ അനിയത്തി പറയുന്നത് ഇവനൊരു പെങ്കൊച്ചിന്, ഒലീവിയ എന്ന് പറഞ്ഞ പെങ്കൊച്ചിന് ഇഷ്ടമാണെന്ന്. അങ്ങനെ ഒലീവിയെ ഒരു തരത്തിൽ പ്രേമിക്കണ്ട എന്നുള്ള രീതിയിൽ ലിയാമിൽ നിന്ന് എറീക്ക അകറ്റുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു ഒലീവിയനെ കാണാതാവുകയും അപ്പോൾ എല്ലാവരും ലിയാമാണ് അത് ചെയ്തത് എന്ന് ഒരുപാട് കൂട്ടുകാരന്മാരും കൂട്ടുകാരത്തികളും ഒക്കെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഇതിൻ്റെ എഴുത്ത് രീതി, അതായത് ഈ പുസ്തകത്തിൻ്റെ എഴുത്ത് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അന്വേഷണങ്ങളോട് കൂടിയിട്ട്, അതായത് പോലീസ് ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവരോരോ കഥകൾ പറയും, ലിയാം ഇനിയായിരിക്കും, ലിയാം ഇങ്ങനെ അന്ന് ചെയ്തു, ലിയാം ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കഥ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്ത് രീതി. അപ്പോൾ ഇതിനകത്ത് ലിയാം ആണോ ഒലീവിയെ കൊണ്ടുപോയേക്കണേ, അതിനി വേറെ ആരെങ്കിലും ആണോ, അതോ ലിയാം സോഷ്യോപാത്ത് ആണോ, അവൻ പെർഫെക്റ്റ്, കാരണം അത്രയും മിടുക്കനായിട്ടുള്ള ഒരു പയ്യനാണ്. അവൻ്റെ പെരുമാറ്റവും അവൻ്റെ ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയും, അവൻ നല്ല ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യനാണ്. ഒരുപാട് ആരാധികമാരുള്ള ഒരു കുട്ടിയാണ് ഈ ഹൈസ്കൂളിലൊക്കെ. പക്ഷേ അമ്മയ്ക്കറിയാം അവൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് അമ്മയ്ക്കറിയാം. അമ്മ അത് എന്നും പേടിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെയും എന്താണ് ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് വന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് അതിനകത്ത് വന്നത്. അപ്പോൾ അതും നല്ല മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് ദ പെർഫെക്റ്റ് സൺ എന്ന് പറഞ്ഞ നോവൽ. അപ്പോൾ ഞാനിപ്പോൾ 6 ത്രില്ലറുകളുടെ കഥ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ലൈബ്രറിയിൽ നിന്ന് കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വായിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഡിസ്കൗണ്ട് സെയിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരുപാട് പ്രബലമായിട്ടുള്ള ബെസ്റ്റ് സെല്ലർ കാറ്റഗറിയിലായതുകൊണ്ട് ഒരു സ്ഥലത്ത് ഇത് എല്ലായിടത്തുനിന്നും കിട്ടാനുണ്ട്. ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും ബുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് ത്രില്ലർ വായിക്കുന്നവർക്ക് ഇത് ഒരിക്കലും ഈ 6 പുസ്തകങ്ങളും നഷ്ടാവില്ല. നമുക്കെല്ലാവർക്കും ഒരു പെട്ടെന്ന് തന്നെ വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ത്രില്ലറാണ്. നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു പേജ് ടേണർ പോലത്തെ നോവൽസാണ് ഈ 6 എണ്ണവും. ഇൻമേറ്റ് ആണ് എനിക്കൊരു ഇത്തിരി ഇഷ്ടമല്ല, അത് ബാക്കി 5 എണ്ണവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നോവലുകളാണ്. അപ്പോൾ ഇനി അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.